ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 27ാമത്തെ ശ്ലോകം നോക്കാം. പ്രേത ഉവാച അഹം ഭ്രാതാ ത്വദീയോസ്മി ധുന്ധുകാരീതി നാമതഃ സ്വകീയേനൈവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയാ. ധുന്ധുകാരി ഗോകർണൻ ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി ഇനി ആ പ്രേതം പറഞ്ഞു തുടങ്ങുകയാണ്. പ്രേത ഉവാച, പ്രേതം പറഞ്ഞു, അഹം ഭ്രാതാ ത്വദീയോസ്മി, അഹം ഞാൻ, ഭ്രാത സഹോദരനാണ്, ത്വദീയോസ്മി ത്വദീയ അസ്മിയാണ്, ഞാൻ നിന്റെ സഹോദരനാകുന്നു. ആരാ? ധുന്ധുകാരീതി നാമത. ധുന്ധുകാരി ഇതിയാണ് ധുന്ധുകാരീതി. ധുന്ധുകാരി എന്ന് പേരുള്ളതായ നാമതഃ എന്ന നാമ ഉള്ള ഞാൻ നിന്റെ സഹോദരനാകുന്നു. സ്വകീയേനൈവ ദോഷേണ, സ്വകീയ ഏന ഏവ, എൻ്റെ തന്നെ ആയിട്ടുള്ള അതൊന്നുകൊണ്ട് മാത്രം, ഏവ മാത്രം, അതുകൊണ്ട് മാത്രം, എന്ത്? ദോഷേണ, ദോഷം കൊണ്ട്, കർമ്മദോഷം കൊണ്ട്, എൻ്റെ തന്നെ കർമ്മദോഷം ഒന്നുകൊണ്ട് മാത്രം, ബ്രഹ്മത്വം നാശിതം മയാ, എൻ്റെ ബ്രാഹ്മണ്യം നാശിതം മയാ, നശിപ്പിക്കപ്പെട്ടു. എങ്ങനെ? മയാ, എന്നാൽ തന്നെ അത് നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ കർമ്മത്തിൻ്റെ ദോഷം കൊണ്ട് എൻ്റെ ബ്രാഹ്മണ്യം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നോക്കൂ, ഇവിടെ ഒരാൾ മനുഷ്യ സ്ത്രീയിൽ ജനിച്ചതാണ് ഈ ധുന്ധുകാരി. അതേസമയം ഗോകർണൻ എന്ന് പറയുന്നത് ഗോവിൽ ജനിച്ചതാണ്. ഇവർ തമ്മിൽ പിതൃസ്ഥാനത്ത് നിന്ന ആളൊന്നാണ്, മാതൃസ്ഥാനത്ത് നിന്നവരൊന്നാണ് എന്നുള്ള ഒരു സാഹോദര്യ ബന്ധമേ ഉള്ളൂ. പക്ഷേ ആ പൂർവജന്മാർജിതമായിട്ടുള്ള ഒരു സംസ്കാരം, അഥവാ ഈ ഗോവിനും ഒരു ആത്മീയമായ സംസ്കാരം പൂർവജന്മത്തിലുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ് ഗോകർണനിലുള്ള ഈ ഒരു ആത്മീയമായ ശക്തി എന്ന് പറയുന്നത്. മറിച്ച് ധുന്ധുകാരിയുടെ മാതാപിതാക്കന്മാർ ബ്രാഹ്മണരായിരുന്നുവെങ്കിലും അവരും കർമ്മദോഷം കൊണ്ട് തന്നെ തങ്ങളുടെ ബ്രാഹ്മണ്യത്തെ കളങ്കപ്പെടുത്തിയവരായിരുന്നു. അതേ പാത പുത്രനായ ധുന്ധുകാരിയും പിന്തുടർന്നു വന്നതുകൊണ്ട് അതേപോലെ തന്നെ തൻ്റെ കർമ്മദോഷം കൊണ്ട് ബ്രാഹ്മണ്യത്തെ നശിപ്പിച്ചവനായി മാറി. അപ്പോൾ പിതൃസ്ഥാനത്തും മാതൃസ്ഥാനത്തും നിൽക്കുന്നവർ ഒന്ന് തന്നെ ആയിരുന്നിട്ടും തങ്ങളുടെയൊക്കെ പൂർവജന്മ സംസ്കാരം, ആ വാസനകൾ, പിന്നെ ഇവിടെ ധുന്ധുകാരിക്ക് അതിന് ഉപോത്ബലകമായിട്ട് തൻ്റെ യഥാർത്ഥ മാതാവും പിതാവും തന്നെ ബ്രാഹ്മണ്യത്തെ കളങ്കപ്പെടുത്തിയവരായിരുന്നത് കൊണ്ട് ആ വാസന ഒന്നുകൂടി ബലപ്പെടുകയാണ് ചെയ്തത്. ജന്മം കൊണ്ട് തന്നെ ആ വാസന ബലപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരാൾ കർമ്മത്തിൻ്റെ സുകൃതം കൊണ്ട് ഉന്നതങ്ങളിലെത്തിയെങ്കിൽ ഒരാൾ കർമ്മത്തിൻ്റെ ദോഷം കൊണ്ട് തന്നെ അധപ്പതിക്കപ്പെട്ടവനായി മാറി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രേത ഉവാച അഹം ഭ്രാതാ ത്വദീയോസ്മി ധുന്ധുകാരീതി നാമതഃ സ്വകീയേനൈവ ദോഷേണ ബ്രഹ്മത്വം നാശിതം മയാ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ത്വദീയോസ്മി, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്ത് ധുന്ധുകാരീതി, ധുന്ധുകാരി ഇതിയാണ് ധുന്ധുകാരീതി. നാമതഃ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. അടുത്തത് 28ാമത്തെ ശ്ലോകം. കർമ്മണോ നാസ്തി സംഖ്യാമേ മഹാജ്ഞാനേ വിവർത്തിന ലോകാനാം ഹിംസകഃ സോഹം സ്ത്രീഭിർദുഃഖേന മാരിത. കർമ്മണോ നാസ്തി സംഖ്യാമേ, കർമ്മണോ നാസ്തി, ഞാൻ ചെയ്ത കർമ്മങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് നാസ്തി സംഖ്യ, അത് സംഖ്യയിൽ, നാസ്തി എന്ന് പറഞ്ഞാൽ ഇല്ല, സംഖ്യയില്ലാതോളം മേ എന്ന് പറഞ്ഞാൽ എൻ്റെ ദുഷ്കർമ്മങ്ങൾക്ക് സംഖ്യയില്ലാതോളം ഉണ്ട്.
മഹാജ്ഞാനേ വിവർത്തിനഃ. മഹാ അജ്ഞാനെയാണ് അവിടെ. മഹാജ്ഞാനെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ അജ്ഞാനത്തിൽ എന്ന് പറഞ്ഞാൽ ആ മഹത്ത് എന്ന് പറയുന്ന ബൃഹത്ത് എന്നുള്ളതിനെയാണ്, വലിപ്പം കൊണ്ടാണ് കാണിക്കുന്നത്. അത്രയും അന്ധത വർദ്ധിച്ച അന്ധതയാൽ ജീവിതം മുഴുവൻ ഞാൻ വിവർത്തിന എന്ന് പറഞ്ഞാൽ ജീവിതകാലം ഞാൻ അങ്ങനെ കഴിച്ചുകൂട്ടി. അങ്ങനെ ആ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടിയിടത്തോളം ഞാൻ ചെയ്തു കൂട്ടിയ അജ്ഞാനങ്ങൾക്ക്, ദുഷ്കർമ്മങ്ങൾക്ക് സംഖ്യയില്ല, എണ്ണമില്ലാതോളം ഞാൻ കഴിച്ചു കൂട്ടിയിരിക്കുന്നു. ലോകാനാം ഹിംസക സോഹം. ലോകാനാം ഹിംസക, ലോകാനാം ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും എൻ്റെ ദൃഷ്ടിയിൽ വന്ന, എൻ്റെ സംസർഗത്തിൽ വന്ന സർവചരാചരങ്ങളെയും ഹിംസക, ഹിംസിക്കുന്നവനായിരുന്നു ഞാൻ. സോഹം എന്ന് പറഞ്ഞാൽ സഹ അഹം, ഞാൻ അങ്ങനെയുള്ളവനായിരുന്നു. സ്ത്രീഭിർ ദുഃഖേന മാരിതഃ. സ്ത്രീഭിർ ദുഃഖേന, സ്ത്രീഭിഹി, ഇവിടെ സ്ത്രീഭിഹി സ്ത്രീകൾ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചത് വേശ്യാസ്ത്രീകൾ. ദുഃഖേന മാരിതഃ, എന്നെ ദുഃഖേന വളരെയേറെ ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നു, ക്ലേശിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ മാരിതഃ, അവർ തന്നെ എന്നെ വധിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ദുഷ്കർമ്മങ്ങൾക്കെല്ലാം അതുവരെ തുണയായി നിന്നിരുന്ന ആ വേശ്യാസ്ത്രീകൾ തന്നെ അനുനിമിഷം അവരുടെ ആവശ്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്നെ ക്ലേശിപ്പിക്കുകയാണെന്നറിയാതെ ഞാൻ ക്ലേശിച്ചു കൊണ്ടിരുന്നു അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി. ഒടുവിൽ അവരാൽ തന്നെ എൻ്റെ ജീവിതം അവസാനിക്കുകയും ചെയ്തു. നോക്കൂ, ദുർജനങ്ങൾക്ക് അഥവാ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നതിൽ തൽപരരായിട്ടുള്ളവർക്ക്, രജോ ഗുണം വർദ്ധിച്ചവർക്ക്, തമോ ഗുണം അധികമായുള്ളവർക്ക് തങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ശരിയാണ്, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോടായിരിക്കും പ്രിയം. അവരാകട്ടെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇതേപോലെ അന്ധമായി മറ്റുള്ളവരുടെ പ്രശംസ, പ്രീതിയാണ് വേണ്ടതെന്ന് കരുതി ജീവിക്കുന്നവരെ നന്നായി മുതലെടുക്കുകയും ചെയ്യും. ഈ വേശ്യാസ്ത്രീകളെപ്പോലെ തന്നെ തങ്ങളുടെ ആർഭാടങ്ങൾക്കും തങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി ഇതേപോലെയുള്ളവരെ നന്നായി മുതലെടുത്തതിന് ശേഷം ഒടുവിൽ ഈ ദുഷ്ടനായ വ്യക്തി മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി, അവർക്കാകട്ടെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നിടത്തോളം പ്രശംസിച്ചുകൊണ്ടിരിക്കും, കീർത്തിച്ചുകൊണ്ടിരിക്കും, പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചെയ്യുന്നത് തെറ്റാണെന്ന് പറയില്ലെന്ന് തന്നെയല്ല, അതിനെ ആ തെറ്റിനെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമിരിക്കും. ഒടുവിൽ ആ തെറ്റുകളിലേക്ക് തനിക്ക് തൻ്റെ ആ പ്രയാണത്തിന് വേഗത കുറയുമ്പോൾ, അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി താൻ ചരിച്ചുകൊണ്ടിരുന്ന ആ യാത്രയ്ക്ക് വേഗത കുറയുമ്പോൾ, തനിക്ക് പഴയതുപോലെ ഓടാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ, തനിക്കതിന് ശേഷിയില്ല എന്ന് തോന്നുമ്പോൾ, അതുവരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ തന്നെ തള്ളിപ്പറയുകയും നിഷ്ക്രിയരാക്കുകയും ചെയ്യും. ഇത് ലോക സ്വഭാവമാണ്. മറിച്ച് സജ്ജനങ്ങളാകട്ടെ മറ്റുള്ളവരെന്തു പറയുന്നു എന്നുള്ളത് വിഷയമല്ല, മറ്റുള്ളവരുടെ പ്രീതിയും അവർക്ക് വേണ്ട, മറ്റുള്ളവരുടെ പ്രശംസയും അവർക്ക് വേണ്ട. അവർ ചെയ്യുന്ന ഓരോ കർമ്മവും ഈശ്വര വിചാരത്തോടെ ഈശ്വരാർപ്പിതമായി ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരു കാലം വരും, അവരെ ലോകം അംഗീകരിക്കുന്ന കാലം. അന്ന് ഈ ദുഷ്ടജനങ്ങളുടെ ദുഷ്ടതയെ ലോകം തള്ളിപ്പറയുകയും ചെയ്യും. കാലം ആരെയും കാത്തു നിൽക്കില്ല. ദുഷ്ടമാർഗങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ അഥവാ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ തങ്ങൾ കരുതുന്ന വിധത്തിൽ സാധിപ്പിച്ചെടുക്കണമെന്ന് കരുതി ഇതുപോലെയുള്ള ദുർജനങ്ങളെ ഉപയോഗിക്കുന്നവർ, അവർക്ക് അതിനുള്ള ശേഷി കുറയുമ്പോൾ അവരെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഇനിയും ഈ ഒറ്റപ്പെടുന്ന വ്യക്തികൾ അതുവരെ
ജീവിതത്തിൽ ഒറ്റപ്പെടുന്നത് വരെ ഇതുപോലെയുള്ള സജ്ജനങ്ങളെ തിരിച്ചറിയുകയില്ല, സന്മനസ്സുള്ളവരെ തിരിച്ചറിയുകയില്ല. കാരണം അതുവരെ അവരുടെ സമ്പത്തിൻ്റെ, അവരുടെ പണത്തിൻ്റെയൊക്കെ ബലം കൊണ്ട് അവരെ അങ്ങനെ താങ്ങി നിർത്തിയിരുന്ന, അവരുടെ തെറ്റുകൾ തെറ്റുകളാണെന്ന് തുറന്നു പറയാതിരുന്ന ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി അവരുടെ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിട്ട് ഒടുവിൽ ആ ഒഴിഞ്ഞു വെക്കുന്ന അത്രയും കാലവും തൻ്റെ ചുറ്റിനുമുള്ളവരെ തന്നെ ഇങ്ങനെ താങ്ങി നിർത്താതെ, തൻ്റെ തെറ്റുകളെ തെറ്റുകളാണെന്ന് തുറന്നു പറയുന്നവരെ, അല്ലെന്നുണ്ടെങ്കിൽ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാത്തവരെയൊക്കെ പരമാവധി ദ്രോഹിച്ചുകൊണ്ട് മുന്നേറുന്ന ഇവരാകട്ടെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന കാലത്ത് നഷ്ടപ്പെടുത്തിയ ഒരു ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുവാൻ മാത്രമേ ഇവർക്ക് കഴിയൂ. കാരണം കാലചക്രത്തെ പിന്നോട്ടുരുട്ടുവാൻ കഴിയില്ലല്ലോ. തങ്ങളുടെ ജീവിതവും തങ്ങൾ പാഴാക്കി കളയുകയായിരുന്നു, ഒപ്പം തങ്ങളുടെ ചുറ്റിനുമുള്ള സജ്ജനങ്ങളുടെ ജീവിതവും പാഴാക്കി കളയുകയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളാവും അത്. ഇതുപോലെ ഒരു സന്ദർഭം നമുക്ക് മഹാഭാരതത്തിലും കാണാവുന്നതാണ്. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും തങ്ങളുടെ സുഖത്തിനു വേണ്ടി തങ്ങളുടെ സന്തതികളുടെ തെറ്റുകുറ്റങ്ങളെ മുഴുവൻ അന്ധമായി കണ്ടില്ലെന്നടിച്ച് പിന്താങ്ങിക്കൊണ്ട് അവിടെ വേണ്ടിയിരുന്നത് തങ്ങളുടെ രാജ്യം, തങ്ങളുടെ സമ്പത്ത് ഇതൊക്കെ കൈമോശം വന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് തുറന്നു പറഞ്ഞാൽ അവർ തങ്ങളെ തന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള ഒരു ഭീതി അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ ദുഷ്ടപുത്രന്മാരെയൊക്കെയും അതുകൊണ്ട് തന്നെ അന്ധമായി അങ്ങോട്ട് താങ്ങിക്കൊണ്ടിരുന്നു. ആ പിന്താങ്ങൽ ഒടുവിൽ അവരെ തന്നെ നാശത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു. ഒരു പക്ഷേ ഈ കൗരവരെ 100 കൗരവരെയും ദുശ്ശളയെ മാറ്റി നിർത്തിയാൽ 100 പുത്രന്മാരെയും ഇതുപോലെയൊരു കൊലക്കളത്തിലേക്ക്, യുദ്ധക്കളത്തിലേക്ക് തള്ളിവിട്ട് അവരുടെ ജീവിതം പാഴാക്കി കളഞ്ഞതിൽ പരിപൂർണ ഉത്തരവാദിത്വം ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കുമാണെന്ന് പറയേണ്ടി വരും. ഇവിടെ അന്ധനായിരുന്നു ധൃതരാഷ്ട്രർ. പക്ഷേ ഈ പുത്രന്മാരുടെ ദുർനടപ്പുകൾ, വഴിതെറ്റിയുള്ള സഞ്ചാരമൊക്കെ ആ വിതുരരെന്ന ധർമാത്മാവ് പലയാവർത്തി ധൃതരാഷ്ട്രരോട് പറഞ്ഞതാണ്. അപ്പോഴൊക്കെ വിതുരരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദുഷ്ടരായ തൻ്റെ പുത്രന്മാരെ പിന്താങ്ങുന്നതിലായിരുന്നു ധൃതരാഷ്ട്രർ ശ്രദ്ധിച്ചിരുന്നത്. തങ്ങളുടെ രാജ്യം, തങ്ങളുടെ സമ്പത്ത് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ പ്രവർത്തിക്കും എന്നുള്ള ഒരു അഹങ്കാര മനോഭാവമായിരുന്നു. ഇനി ഗാന്ധാരി ദേവിയുടെ കാര്യമെടുത്താൽ, ഗാന്ധാരി തൻ്റെ ഭർത്താവ് കാണാത്ത ഒന്നും തനിക്ക് കാണണ്ട എന്നും പറഞ്ഞ് സ്വയം അന്ധത വരിച്ച് ജീവിച്ച ആ ഗാന്ധാരി 100 പുത്രന്മാരെ യുദ്ധക്കളത്തിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കാണാൻ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം അവിടെ പോയി കണ്ണിൻ്റെ കെട്ടഴിച്ച് കണ്ടത്, കാണേണ്ടിയിരുന്നത് അപ്പോഴായിരുന്നില്ല പുത്രന്മാരെ. അവർ വളർന്ന ഓരോ ഘട്ടത്തിലും കാണണമായിരുന്നു. ഒരു പക്ഷേ അവർ ചെയ്യുന്ന തെറ്റാണെന്ന് പറയുമ്പോൾ അവരത് അംഗീകരിച്ചില്ലെന്ന് വരാം. ഒരു പക്ഷേ ഏറ്റവും കൂടുതലായി അവർ ചെയ്യാവുന്നത് ആ രാജ്യത്ത് നിന്ന് തന്നെ ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും പുറത്താക്കിയെന്നും വരാം. വിതുരർ പുറത്തായില്ലേ? ആ ദുര്യോധനൻ്റെ മോശം വാക്കുകളാൽ മനം നൊന്ത് ദുര്യോധനൻ സ്വയം ആ രാജ്യം വിട്ടു പുറത്തു പോയപ്പോഴും മനസ്സിൽ നല്ല ശാന്തിയായിരുന്നു. ഒന്നും നഷ്ടപ്പെട്ട ഒരു ബോധമുണ്ടായില്ല. കാരണം തൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചത് ധർമ്മത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് സർവവും ഉപേക്ഷിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മം സ്വരൂപമായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ
ആ ശ്രീകൃഷ്ണ ഭഗവാൻ ആ വിതുര മഹാശയനോടൊപ്പം അവസാനം സ്വധാമത്തിലേക്ക് പോകുന്നത് വരെയും തുണയായി കൂടെയുണ്ടായി. വീട് വിട്ടിറങ്ങിയിരുന്നെങ്കിൽ തന്നെ, ആ കൊട്ടാരം ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ തന്നെയും ധൃതരാഷ്ട്രയും ഗാന്ധാരിയെയും 2 കൈയും നീട്ടി സ്വീകരിക്കുമായിരുന്നു പാണ്ഡവരും കുന്തിദേവിയും. പക്ഷെ അപ്പോഴും തങ്ങളുടെ പണം, സമ്പത്ത്, അതിനോടുള്ള ഒരു ആർത്തി അവരെ അധർമ്മത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് പ്രേരിപ്പിച്ചത്. ഗാന്ധാരി ജീവിതത്തിൽ ഉടനീളം ചെയ്തത് തൻ്റെ പുത്രന്മാരുടെ ഈ ദുർനടപ്പ് മനസ്സിലാക്കുമ്പോഴെങ്കിലും, വിതുര മഹാശയൻ വന്ന് പറയുമ്പോഴെങ്കിലും കണ്ണിൻ്റെ കെട്ടഴിച്ച് അവരെ ചെയ്യുന്ന തെറ്റുകൾ നേരിട്ട് ബോധ്യപ്പെടുത്തി അന്ന് പറയണമായിരുന്നു, നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല. കെട്ടഴിച്ചത് മരിച്ചു കിടക്കുന്ന 100 പുത്രന്മാരെ കാണുവാൻ വേണ്ടിയിട്ടായിരുന്നു. അധർമ്മത്തിൻ്റെ നാശം സംഭവിക്കുമ്പോഴല്ല ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അധർമ്മത്തിന് നാശമാണ് അവിടെ സംഭവിച്ചത്, 100 പുത്രന്മാരുടെ നാശം. അപ്പോഴായിരുന്നില്ല ചിന്തിക്കേണ്ടിയിരുന്നത്. തനിക്ക് കാണണമെന്ന് ധർമ്മം വളരെ മുൻപേ നടപ്പിലാക്കി തുടങ്ങണമായിരുന്നു ഗാന്ധാരി. ആ ധർമ്മത്തിന് വേണ്ടി പോരാടിയ വിതുരർ എന്ന ഭഗവാന്റെ ഉത്തമനായ ഭക്തനെ നമ്മൾ നോക്കിയാൽ, ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങുന്ന സമയത്തും ഭഗവാൻ ഓർത്തത് ആ ഒരേ ഒരു ഭക്തനെയായിരുന്നു. ഉദ്ധവരെ നിയോഗിച്ചതും ആ വിതുരരിലേക്ക് ചില സന്ദേശങ്ങൾ എത്തിക്കുന്നതിനായിരുന്നു. നോക്കൂ, ഭഗവാൻ അപ്പോഴും ചേർത്ത് പിടിച്ചു. ധർമ്മത്തിനോടൊപ്പം നിന്ന് ആ രാജ്യത്തിലെ ദുഷ്ടരായ സർവരും തള്ളിക്കളഞ്ഞ, ഉപേക്ഷിച്ച വിതുരരെ ഭഗവാൻ തന്നോട് ചേർത്ത് നിർത്തി. താൻ ഈ ലോകം ഉപേക്ഷിച്ച് പോവുകയാണെന്നറിഞ്ഞപ്പോൾ ഭഗവാൻ ആകെ ചിന്തിച്ചത് തൻ്റെ ആ ധർമ്മിഷ്ഠനായ ഭക്തനെക്കുറിച്ചായിരുന്നു. ഇത് നമുക്ക് ഒരുപാട് വലിയ സന്ദേശമാണ് നൽകുന്നത്. ദുഷ്ടരായിട്ടുള്ള, പണത്തിനും സമ്പത്തിനും വേണ്ടി ജീവിക്കുന്ന, സ്വാർത്ഥരായിട്ടുള്ള, ദുഷ്ടബുദ്ധികളായിട്ടുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ നമ്മൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ജീവിച്ചാൽ ഒടുവിൽ ഓർക്കുക, ഈശ്വരൻ പോലും തുണയാവില്ല. മറിച്ച് ഒരു പക്ഷേ വിതുരരൊറ്റയ്ക്കാണ് പോയത്. തീർത്ഥാടനത്തിനായി അവിടെ നിന്നും പുറപ്പെടുകയാണ്. ദുര്യോധനൻ്റെ ദുഷ്വാക്കുകൾ കേൾക്കുമ്പോൾ ആ ദുർവചനങ്ങൾ തന്നെ നിമിത്തമായിരുന്നു ആ ദുഷ്ടതയുടെ നടുവിൽ നിന്നും രക്ഷപ്പെട്ട് ഭഗവാനിലേക്കൊരു പ്രയാണത്തിനായിക്കൊണ്ട് വിതുരർക്ക്. നോക്കൂ, ഇവിടെ സജ്ജനങ്ങൾക്ക് ജീവിതത്തിൽ ഇതുപോലെ വരുന്ന എല്ലാ ദുർഘടനകളും ഭഗവാന്റെ കാരുണ്യമാണ്. ആ ദുർജനങ്ങളോട് ചേർന്ന് നിൽക്കാതെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നും വിടുതൽ നേടുന്നതിന് വേണ്ടിയുള്ള ഭഗവാന്റെ ഒരു കരുതലാണത്. ഇവിടെ ആ ഒരു വലിയ തത്വമാണ് നമുക്കിവിടെ സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ട് തുന്തുകാരി പറഞ്ഞു തരികയാണ്. ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഹിംസിച്ചതും എൻ്റെ ചുറ്റിനുമുള്ള സജ്ജനങ്ങളെ നോക്കൂ, മാതാവിനെ ദണ്ഡിച്ചു, പിതാവിനെ ഉപദ്രവിച്ചു തുടങ്ങി ധാരാളം ദ്രോഹങ്ങൾ. എൻ്റെ ചുറ്റിനുമുള്ള സർവരെയും ഞാൻ ദ്രോഹിച്ചു. പ്രത്യേകിച്ചും പിതാവിനെ, മാതാവിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ട്. അത് ശരിയാണെന്നല്ല, പക്ഷെ മാതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിരുന്നു. പിതാവെന്ന ധർമ്മിഷ്ഠനെ മനസ്സ് നൊന്താണ് അവിടെ നിന്നും എല്ലാം ഉപേക്ഷിച്ച പിതാവ് ആത്മദേവൻ യാത്രയാകുന്നത്. ആ ആത്മദേവനെ അവിടെ നിന്നും മാറ്റിയത്, എല്ലാം ഉപേക്ഷിച്ചു പോകുവാൻ ഭഗവാന്റെ ഒരു കരുതലുണ്ടായിരുന്നു അവിടെ. മറിച്ച് ഇവിടെ ഈ ധുന്ധുലി ദേവിക്ക് ആ കരുതൽ ഭഗവാന്റെ ഉണ്ടായില്ല. കാരണം ഈ നരകത്തിൽ കിടന്ന് നരകിച്ച് തീർക്കാനായിരുന്നു. ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അപ്പോഴും അവസാന നിമിഷവും വേട്ടയാടി എന്നുള്ളതാണ്. ധുന്ധുകാരി ഇപ്പോൾ താൻ ചെയ്ത ഓരോ തെറ്റുകളും ഏറ്റു പറയുന്നുണ്ട്. തൻ്റെ സംസർഗത്തിൽ നിന്നിരുന്ന ആ ദുഷ്ടരായ സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിനും അവരുടെ സുഖത്തിനും വേണ്ടി ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ധാരാളം തെറ്റുകൾ ഞാൻ ചെയ്തു.
എണ്ണമില്ലാതോളം തെറ്റുകൾ ഞാൻ ചെയ്തു. ഒടുവിൽ അതേ സ്ത്രീകളാൽ ഞാൻ ദുഃഖിക്കാനിടവന്നു. അതേ സ്ത്രീകളാൽ തന്നെ ഞാൻ ജീവിതം ഉപേക്ഷിക്കേണ്ടതായും വന്നു. തെറ്റിൻ്റെയും അധർമ്മത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു തരുന്നവരെ കൂടെ നിർത്തുക. അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി അതിനെ പിന്താങ്ങുന്നവരെ ഓർക്കുക. നിനക്ക് നാളെ ഈ സമ്പത്തും പണവും ഇല്ലാതെ വരുമ്പോൾ ആദ്യം നിന്നെ തള്ളിപ്പറയുന്നതും അവരായിരിക്കും. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നും എന്നും നിന്റെ തെറ്റുകൾ തെറ്റാണെന്ന് പറയുന്നവരെ നിനക്ക് കൂടെ നിർത്താം. നമ്മളൊക്കെ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠങ്ങളാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് നമുക്കൊരു ഉള്ളിലൊരു നീരസം ഉണ്ടാക്കാറുണ്ട്. ഓർക്കുക, ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, ഭഗവാന്റെ പാതയിലൂടെ ചരിക്കുമ്പോൾ ഒരുപക്ഷെ ലോകം തിരിഞ്ഞു നിന്ന് പറഞ്ഞേക്കാം, ഇപ്പോഴേ എന്തിനാ, അതൊക്കെ പ്രായമായിട്ട് പോരെ, ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞേക്കാം. അതിനെ നമ്മൾ മുഖവിലക്കെടുക്കുകയേ വേണ്ട. കാരണം നമുക്ക് എപ്പോഴാണ് നമ്മുടെ അവസാന സമയമെന്ന് അറിയാതെയുള്ള ഈ പ്രയാണത്തിൽ ഓരോ നിമിഷവും നമ്മുടെ അവസാന സമയമാണ്. ഓരോ നിമിഷവും ആ ഭഗവാന് വേണ്ടി നമുക്ക് വിനിയോഗിക്കാം. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ അതൊരു വാക്കുകൊണ്ടാവട്ടെ നോക്കുകൊണ്ടാവട്ടെ അത് ചൂണ്ടിക്കാണിച്ച് തരുന്നവരെ നമുക്ക് നമ്മളോട് ചേർത്ത് നിർത്താം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കർമ്മണോ നാസ്തി സംഖ്യാമേ മഹാജ്ഞാനേ വിവർത്തിന ലോകാനാം ഹിംസകഃ സോഹം സ്ത്രീഭിർദുഃഖേന മാരിത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മഹാ അജ്ഞാനയാണ്. മഹാജ്ഞാനെ അവിടെ ആകാരം നീട്ടിയെടുക്കുക. വിവർത്തിനഃ അവിടെ വിസർഗമുണ്ട്. അതുപോലെ മാരിത, ഹിംസക ഇവിടെയൊക്കെ വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ സോഹം അവിടെ ഓകാരം നീട്ടിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 29ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.